നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം നീതിയുക്തമായ തീരുമാനമെടുക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് ഉറപ്പ് നൽകിയിരുന്നു. ടേം കംപ്ലീറ്റ് ചെയ്യാനായാണ് തൃക്കാക്കരയിൽ ഉമാ തോമസ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. അവർ തുടരണോ എന്ന പാർട്ടി തീരുമാനിക്കട്ടെ എന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. അങ്ങനെ ഇന്ന മണ്ഡലമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, അത് പാർട്ടി നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം കെപിസിസി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിൻ്റെ അകത്തൊരു തീരുമാനം വന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കെപിസിസി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും നേതൃത്വം എടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ. പാർട്ടിയിൽ ഒരു ന്യായമായ അക്കോമഡേഷൻ, അത് ചിലപ്പോൾ തിരഞ്ഞെടുപ്പിലാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കൂടുതൽ സ്ത്രീകളായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നെയും പരിഗണിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനൊരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിന്നല്ല പ്രവർത്തിക്കുന്നത്. ഞാൻ എത്രയോ കാലമായി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന മണ്ഡലം എന്ന് ഇതെൻ്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ എന്തായാലും PT-യുടെ ഭാര്യയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. PT മരിച്ച സാഹചര്യത്തിൽ അവർക്ക് ഒരു ടേം കംപ്ലീഷന് വേണ്ടിയിട്ട് ഒരു സാഹചര്യം കൊടുത്തു. പിന്നീട് ഇനിയും തുടരുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. നിതിൻ സേവർ വിവരങ്ങളുമായി. നിതിൻ, ഇപ്പോൾ ദീപ്തിയുടെ പ്രതികരണം കണ്ടു. ദീപ്തി ഇപ്പോൾ ഇന്ന മണ്ഡലം എന്ന് പറയുന്നില്ല എങ്കിലും തൃക്കാക്കരയാണോ ഇപ്പോൾ ദീപ്തി ആഗ്രഹിക്കുന്നത്? ഒരു സീറ്റിന് തീർച്ചയായും അർഹയായ നേതാവാണ്. നേരത്തെ മേയർ സ്ഥാനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അവസാന നിമിഷം അത് മാറി മറിയുകയായിരുന്നു. ഇപ്പോൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദീപ്തിയെ പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളം? അവരുടെ ആവശ്യം ഈ പ്രതികരണത്തിൽ ഒതുക്കുകയാണോ? അതിലപ്പുറമുള്ള നീക്കങ്ങളുണ്ടോ? സ്മൃതി, അതിലപ്പുറമുള്ള നീക്കങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീപ്തിക്കൊപ്പമുള്ള ആളുകളൊക്കെ തന്നെ ദീപ്തിക്ക് വേണ്ടി ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസിനെ മുൻനിർത്തി തന്നെയായിരുന്നു കോൺഗ്രസും UDF-ഉം രംഗത്തിറങ്ങിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ലത്തീൻ സഭയുടെ അടക്കം ഇടപെടലുകളെ തുടർന്ന് ദീപ്തി മേരി വർഗീസിന് കോർപ്പറേഷൻ മേയർ സ്ഥാനം നഷ്ടമാകുന്നു. അതിൻ്റെ പരിഭവം അന്ന് തന്നെ അവർ പങ്കുവച്ചിരുന്നതുമാണ്. അന്ന് തനിക്ക് KPCC പ്രസിഡന്റ് ഒരു ഉറപ്പ് നൽകിയിരുന്നു. നീതിയുക്തമായൊരു തീരുമാനം പിന്നീട് എടുക്കുമെന്നും തനിക്ക് അക്കോമഡേഷൻ നൽകുമെന്നും KPCC പ്രസിഡന്റ് ഉറപ്പ് നൽകിയിരുന്നുവെന്നാണ് ദീപ്തി മേരി വർഗീസ് നമ്മളോട് ഇപ്പോൾ പറയുന്നത്. ഏതായാലും തനിക്ക് സീറ്റ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. താൻ സീറ്റ് ആഗ്രഹിക്കുന്നു എന്നവർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. തൃക്കാക്കര തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്ക് ഇപ്പോഴുമുണ്ട്. പക്ഷേ സിറ്റിംഗ് MLA-മാർ തുടരണം. പാലക്കാടും തൃപ്പൂണിത്തുറയും ഒഴികെയുള്ള സ്ഥലങ്ങളിൽ സിറ്റിംഗ് MLA-മാർ തുടരുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും തീരുമാനമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പാർട്ടി എന്ത് പറയുന്നു അവിടെ മത്സരിക്കും. പാർട്ടി ഏത് സീറ്റ് തന്നാലും അവിടെ മത്സരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ തൃക്കാക്കരയ്ക്ക് വേണ്ടിയുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് അവർ പറഞ്ഞു വെക്കുന്നത് PT-യുടെ ഭാര്യയ്ക്ക് ടേം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവസരം നൽകിയതെന്നാണ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു വെക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ടേം കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറണം. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായി തൃക്കാക്കര കേന്ദ്രീകരിച്ച് തന്നെയാണ് മറ്റു മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ സംസ്ഥാന തലത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തൃക്കാക്കര മണ്ഡലം കേന്ദ്രീകരിച്ച് കൃത്യമായി ദീപ്തി മേരി വർഗീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, അവർക്കൊപ്പമുള്ളവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് സിറ്റിംഗ് MLA-മാരെ നിലനിർത്തുമെന്നത് മാധ്യമങ്ങളിലൂടെ മാത്രം വരുന്ന വാർത്തയാണെന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. CC മീറ്റിംഗ്, കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ മീറ്റിംഗിലാണ് ഇത്തരം ചർച്ചകൾ വരേണ്ടത്. പാർട്ടി എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് നിൽക്കും. പക്ഷേ തനിക്ക് അനുകൂലമായ അല്ലെങ്കിൽ ഉചിതമായ ഒരു തീരുമാനം വരുമെന്ന് തന്നെയാണ് ദീപ്തി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ശരി, പരിഗണിക്കപ്പെടേണ്ട നേതാവാണ് താൻ എന്നുള്ള കാര്യം ദീപ്തി മേരി വർഗീസ് ഓർമ്മിപ്പിക്കുകയാണ്. നിതിൻ സേവ്യറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.